ഡ്രൈ ഹെർബ്സിൻ്റെ ഫ്ലേവറുകൾ വളരെ ഇൻറ്റൻസ്ഡ് ആയിട്ടുള്ള എർത്തി ആയിട്ടുള്ള ഒരു ഫ്ലേവർ ആയിരിക്കും അതിനുണ്ടാകുക. അതിൻ്റെ ഒരു ടെക്സ്ചർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഡ്രൈ ആയിരിക്കും, ക്രംബ്ലി ആയിരിക്കും. ഡ്രൈ ഹെർബ്സുകൾ എപ്പോഴും നമ്മൾ ആഡ് ചെയ്യുന്നത് ബിഗിനിങ് ഓഫ് ദ കുക്കിങ്ങിലായിരിക്കും. കാരണം അതിന് കുറച്ച് കൂടുതൽ സമയം എടുക്കും അതൊന്ന് സോഫ്റ്റ് ആയിട്ട് അതിൻ്റെ ആ ഒരു ഫ്ലേവർ അതിലേക്ക് ഇറങ്ങി വരാനായിട്ട്. ഇതെപ്പോഴും നമ്മളൊരു സാച്ച അല്ലെങ്കിൽ ഒരു ബാഗിനകത്ത് കെട്ടിയിട്ടാണ് നമ്മൾ സ്റ്റ്യൂവിനകത്തോ അല്ലെങ്കിൽ സൂപ്പിനകത്തോ അല്ലെങ്കിൽ സോസസ് ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കിന് അതിനകത്തേക്ക് നമ്മൾ ഇട്ടിട്ട് അതിൻ്റെ ഫ്ലേവർ അതിനകത്തേക്ക് ആയി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ അതിനെ എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ആ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ മൗത്തിനകത്തേക്ക് ആ ഡ്രൈ ഹെർബ്സിൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മുടെ വായിലേക്ക് വരികയും നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തീരുകയും ചെയ്യും. ഡ്രൈ ഹെർബ്സ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കുക്കിംഗ് എന്താ? ഏറ്റവും കൂടുതൽ സ്ലോ കുക്കിംഗ് മെത്തേഡ്സിൽ ആണ് നമ്മൾ ഡ്രൈ ഹെർബ്സുകൾ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. നമുക്ക് മാരിനേഷൻസിന് നമുക്കിതിനെ ഉപയോഗിക്കാം, റബ്ബുകളായിട്ട്, അതുപോലെ തന്നെ നമ്മൾ സ്റ്റ്യൂ ഉണ്ടാക്കുമ്പോഴത്തേക്കിന് സോസസിൽ, അതുപോലെ തന്നെ സൂപ്പുകളിലൊക്കെ നമുക്ക് ഡ്രൈ ഹെർബ്സിനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. സെയിം ഫുഡിൽ നമ്മൾ ഈ രണ്ട് ഹെർബ് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ റേഷ്യോയിൽ എന്തെങ്കിലും മാറ്റം വരും? ചെറിയ വ്യത്യാസങ്ങൾ വരും. ബിഗിനിങ് സ്റ്റേജിൽ ഡ്രൈ ഹെർബ്സ് ഉപയോഗിക്കുക, ആ ഡിഷ് കംപ്ലീഷൻ ആകുന്ന സമയത്ത് നിങ്ങൾ ഫ്രഷ് ഹെർബ്സിനെ ഗാർണിഷ് ആയിട്ട് ഉപയോഗിക്കുക.